ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പി കെ അബൂബക്കർ സാഹിബ്, സെക്രട്ടറി മിസ്റ്റർ ഷബീർ, പ്രിയ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, യാത്രകൾ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചുള്ള യാത്ര ഒരുപാട് അനുഭവങ്ങളും പാഠങ്ങളും അറിവുകളും നമുക്ക് നൽകുന്നു. ഓരോ യാത്രയും ഓരോ പുതിയ അധ്യായമായി നമ്മുടെ ജീവിതത്തിൽ വരുന്നു. ആ യാത്രയാണ് നമ്മളെ കൂടുതൽ നമ്മളാക്കി മാറ്റുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങി കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യ യാത്ര പോകുന്നത്. എന്റെ ആദ്യ വിദേശ യാത്ര സിംഗപ്പൂരിലേക്കായിരുന്നു. സിംഗപ്പൂർ എന്നത് നമ്മുടെ ഒരു സഞ്ചാരികളുടെ ഒരു പർദീസയായി കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. സിംഗപ്പൂരിലേക്ക് പോകുന്നത് അന്ന് എയർലങ്ക എന്ന ഇന്നത്തെ ശ്രീലങ്കൻ എയർലൈൻസ് വഴിയാണ്. ശ്രീലങ്കയിൽ ഒരു ദിവസം താമസിച്ച് പിറ്റേ ദിവസം സിംഗപ്പൂരിലെത്തി. സിംഗപ്പൂരിലെത്തുന്ന ഏതോ ഒരു യാത്രാ ട്രൂപ്പും എത്തുമ്പോൾ ആദ്യം അതിന്റെ യാത്ര ഗൈഡ് നമുക്ക് കുറെ വിവരണങ്ങൾ നൽകും. ആ രാജ്യം എങ്ങനെയാണ്, ആ രാജ്യത്തെ പോപ്പുലേഷൻ, ആ രാജ്യത്തെ പ്രധാന പ്രൊഡക്റ്റ് എന്താണ്, ആ രാജ്യത്തിന്റെ പ്രധാന പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നമ്മുടെ ചെല്ലുന്ന യാത്രക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക ഓരോ ഗൈഡിന്റെയും ബാധ്യതയാണ്. അക്കൂട്ടത്തിലാണ് അവർക്ക് കർശന നിയന്ത്രണങ്ങളെ കുറിച്ച് പറയുന്നത്. അതായത് നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ സീബ്ര ലൈനിൽ മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ സിഗരറ്റ് വലിക്കുന്നത്, പുറത്ത് സിഗരറ്റ് വലിക്കാൻ പാടില്ല, റോഡിൽ തുപ്പാൻ പാടില്ല. ഇത് ഒരു 1990s മുമ്പാണ് നോക്കണം. തുപ്പാൻ പാടില്ല. നമുക്ക് ഇതൊക്കെ അത്ഭുതമാണ്. റോഡിൽ തുപ്പാതെ എങ്ങനെ നടക്കുക? നമുക്ക് ഇന്നത്തെ ആളുകൾ തുപ്പാതെ എങ്ങനെ നടക്കുക എന്ന് വിചാരിച്ചു പോകും. തുപ്പാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളാണ്. ഈ ഓരോ നിയന്ത്രണവും ലംഘിച്ചാല് $500 സിംഗപ്പൂർ ഫൈൻ വരുന്നത്. ഈ $500 സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ വലിയൊരു എമൗണ്ടാണ്. അപ്പോ കർശനമായ ആ ഫൈൻ തുകയിലൂടെയാണ് കാര്യങ്ങൾ അവർ നിയന്ത്രിക്കുന്നത്. പബ്ലിക് പ്ലേസിൽ പല കാര്യങ്ങളും അവർ നിരോധിച്ചിരിക്കുന്നു. അത് വളരെ സന്തോഷകരമായി ജനങ്ങളെ ഏറ്റുവാങ്ങുന്നു. ഈവൻ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ പോലും സിംഗപ്പൂർ വളരെ തിരക്കുള്ള സിറ്റിയാണ്. CBD, അതായത് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരു കാറിൽ 4 ആളെങ്കിലും മിനിമം ഉണ്ടാവണം. ഒരാൾക്ക് ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകാൻ പാടില്ല. കാരണം യാത്ര അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് വരും. അതുകൊണ്ട് ഒരാൾ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോയാൽ എത്രയോ ഇരട്ടിയാണ് ഫൈൻ അടിക്കുന്നത്. പോകാം, പക്ഷേ നമ്മുടെ കയ്യിൽ കാശ് കൂടുതലുണ്ടെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകാം. അതുപോലെ തന്നെ കാറിന്റെ ഡ്യൂട്ടിയൊക്കെ വളരെ കൂടുതലാണ്. ഒരു കാർ വാങ്ങണമെങ്കിൽ പെർമിഷൻ കിട്ടണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. സിംഗപ്പൂർ ചെറിയൊരു രാജ്യമാണ്, നമുക്കറിയാം. വളരെ ചെറിയൊരു രാജ്യമാണ്. പക്ഷെ വളരെ ആവേശമുള്ള ജനങ്ങളാണ്, ആർജവമുള്ള ഭരണാധികാരികളാണ്. എന്ത് വിചാരിച്ചാലും അവർ നടത്തിപ്പോരുന്ന ഒരു പ്രത്യേക രാജ്യമാണ് സിംഗപ്പൂർ. നമുക്കറിയാം, ചെറിയ രാജ്യത്തിന് ഈ ലോകരാഷ്ട്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിലയും അതിന്റെ ഉൽപാദനക്ഷമതയും. പോർട്ട്, സിംഗപ്പൂർ പോർട്ടൊക്കെ ഏറ്റവും വലിയൊരു പോർട്ടായിട്ട് ലോകത്തിലെ തന്നെ പല പോർട്ടുകളും നിയന്ത്രിക്കുന്നത് സിംഗപ്പൂർ പോർട്ട് അതോറിറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിലേക്കാണ് നമ്മുടെ ആദ്യത്തെ ഒരു യാത്ര പോകുന്നത്. സിംഗപ്പൂരിന്റെ പ്രത്യേകത, സിംഗപ്പൂരിൽ പോയിട്ടുള്ള മിക്കവാറും ആളുകളും എല്ലാ രാജ്യങ്ങളിലും ഒരുവിധം രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിചാരം. അപ്പൊ സിംഗപ്പൂരിന്റെ ഒരു പ്രത്യേകത, നമ്മൾ എവിടെ ചെന്നാലും ധാരാളം നമുക്ക് കണ്ണിന് ആനന്ദകരമായ ഒരുപാട് കാര്യങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോ സിംഗപ്പൂർ ലയൺ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അതിന്റെ പാർക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അവിടെ ഒരു സെന്റോസ പാർക്ക്, ഈ ആളെയൊക്കെ മനസ്സിലായിട്ട് ബിസ്മി യൂസുക്ക, അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. ഞങ്ങൾ ആദ്യ യാത്രയിലല്ല, പിന്നീടുള്ള യാത്രയിൽ ഞങ്ങൾ ഒരുമിച്ച് പോയപ്പോ ഉള്ളൊരു ഫോട്ടോ ആണ്. സിംഗപ്പൂരിൽ നമുക്ക് എപ്പോഴും പോകുവാനും സെന്റോസ ഐലൻഡിലാണ് ഏറ്റവും ആകർഷകമായ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ. ഒരു കേബിൾ കാറിലാണ് സെന്റോസ ഐലൻഡിലേക്ക് പോകുന്നത്, മെയിൻലാൻഡിൽ. കേബിൾ കാറിന് നമ്മൾ ആദ്യമായിട്ട് ഞാനൊക്കെ ആദ്യമായിട്ട് കേബിൾ കാറിൽ കയറുന്നത് അവിടെയാണ്. കേബിൾ കാറിൽ അതിന്റെ ഐലൻഡിന്റെ മുഴുവൻ രൂപഭംഗിയും ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ ചെന്നിറങ്ങുന്നത്.
അവിടെ ധാരാളം വിസ്മയകരമായ പല കാര്യങ്ങളും നമുക്ക് കാണാനുണ്ട്. പാർക്കുണ്ട്, ബേർഡ് പാർക്കുണ്ട്, അനിമൽ സൂ ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ആകർഷകമായ ഒന്ന് അവിടുത്തെ സിംഗപ്പൂരിലെ മ്യൂസിക് ഫൗണ്ടൻ ആണ്. ആദ്യമായിട്ടാണ് മ്യൂസിക് ഫൗണ്ടൻ, അത്ര ഭംഗിയായ ഒരു മ്യൂസിക് ഫൗണ്ടൻ നമ്മൾ കാണുന്നത്. ഇന്നിപ്പോ ദുബൈയിലൊക്കെ ഡൗൺ ടൗണിലൊക്കെ മ്യൂസിക് ഫൗണ്ടൻ ഉണ്ട്. പക്ഷെ സെന്റോസ ഐലൻഡിലെ മ്യൂസിക് ഫൗണ്ടൻ ആണ് എനിക്ക് പറഞ്ഞത് ലോകത്തിൽ തന്നെ ആദ്യമായി ഇത്രയും വിസ്മയകരമായ രീതിയിൽ ഒരു നയനാനന്ദകരമായ ഒരു കാഴ്ച ഭംഗി ഒരുക്കിയത് വരുന്നത്. അതേപോലെ സിംഗപ്പൂരിൽ ഒരുപാട് ഇത്തരം ഒരു പാർക്കിൽ പോയാൽ, സൂലോ അല്ലെങ്കിൽ ഒരു സഫാരി വേൾഡ് എന്നൊരു പാർക്കുണ്ട്. ഈ സഫാരി വേൾഡിൽ ഇല്ലാത്ത ഈവൻ ഓഷ്യോനോഗ്രാഫി, ഓഷ്യൻ സീൻസ് മുതൽ നമ്മൾ വളരെ റയറായിട്ടുള്ള പെലിക്കൻസും അങ്ങനെയുള്ള ഒത്തിരി പക്ഷികളും മൃഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. വളരെ ഭംഗിയായി അതെല്ലാം നമുക്ക് അവിടെ ആസ്വദിക്കാം. സിംഗപ്പൂരിന്റെ ഒരു പ്രധാന പ്രത്യേകത അവിടുത്തെ ലാംഗ്വേജ് ആണ്. തമിഴ് അവിടുത്തെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. തമിഴ്, ചൈനീസ്, ഇംഗ്ലീഷ്, മലയ, ഈ 4 ഭാഷകളാണ് സിംഗപ്പൂരിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ്. തമിഴ് സ്വാധീനം വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. തമിഴ് വംശജർ അവിടെ ഭരണരംഗത്തേക്ക് പോലും വന്നതായിട്ട് നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെ. അപ്പൊ ഞാൻ സിംഗപ്പൂരിന്റെ ഒരു ലാൻഡ്മാർക്കാണത് മെർലൈ എന്നുള്ളത്. ഞാൻ ഓരോ രംഗത്തും വളരെ കുറച്ച് മാത്രം പ്രതിപാദിച്ച് പോകുന്നു, കാരണം കൂടുതൽ സമയം നമുക്കില്ലാത്തത് കൊണ്ട്. ഏകദേശം ഒരു 7:45-8 മണിക്ക് നിർത്തണം എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ. സോ അടുത്ത ഞാൻ പറയുന്നത്, ഞാൻ സാധാരണ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ വിട്ടിട്ടാണ് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളൊക്കെ മിക്കവാറും എല്ലാവരും സന്ദർശിച്ചിട്ടുള്ളതും എല്ലാവർക്കും പരിചയമുള്ളതുമായ ലൊക്കേഷൻ ആയതുകൊണ്ട് അടുത്ത ഞാൻ ആ ഫാർ ഈസ്റ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ ബ്രൂണൈ എന്ന രാജ്യമുണ്ട്. ബ്രൂണൈ നിങ്ങൾക്കറിയാം, ബ്രൂണൈ സുൽത്താൻ ബോൾക്കിയ ലോകത്തെ ഏറ്റവും ധനികനായ ഒരു ഭരണാധികാരിയായിരുന്നു സുൽത്താൻ ബോൾക്കിയ കുറെ അധികം കാലം. ഇപ്പോഴാണ് പിന്നെ ഈ ബിൽഗേറ്റും ബക്കറ്റും ഉള്ള വൈറ്റിയൊക്കെ വന്നിട്ട് ആ ഒരു റിച്ച്നെസ് മാറിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൊട്ടാരം തന്നെ 1788 മുറികളുള്ള കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിന്റെ പടമാണിത്. 1780 ലോകത്തിലെ ഏറ്റവും വലിയ പാലസ് ആണിത്. അവിടെ ഏകദേശം 257 ടോയ്ലറ്റും ഒരു 44 സ്റ്റെയർ കേസുകളും ഒരു 5000 അതിഥികളെ താമസിപ്പിക്കാവുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള കൊട്ടാരമാണ് സുൽത്താൻ ബോൾക്കിയ. ഈ പാലസ് ഹസനുൽ ബോൾക്കിയ ആണ് സുൽത്താൻ. ഇത് ഏകദേശം ഒരു മിക്കവാറും ഈ പാലസിലെ അധികം ഭാഗങ്ങളും 22 കാരറ്റ് ഗോൾഡിൽ പണിതാണ്. അതിന് ഒരു പ്രത്യേക ഗിന്നസ് റെക്കോർഡ് തന്നെ ഈ കൊട്ടാരം നേടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ലക്ഷറി കാർ കളക്ഷൻ 1000-ലധികം ലക്ഷറി കാർസ്, എല്ലാ ടോപ്പ് ബ്രാൻഡുകളും ഇദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഗോൾഡ് പ്ലേറ്റഡ് ജെറ്റ് എയർക്രാഫ്റ്റ്. ഇവരൊക്കെ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഒരു ജെറ്റ് അങ്ങനെ തന്നെ ഫംഗ്ഷൻ വിളിക്കാം. ഈ സുൽത്താൻ ബോൾക്കിയയുടെ ഒരു ബ്രൂണൈ രാജാവിന്റെ മകൾ ഒരിക്കൽ ദുബായ് വിസിറ്റ് വന്നിരുന്നു. ദുബായ് വിസിറ്റ് നമുക്കറിയാം, ദുബായിലെ ബുർജുൽ അറബ് എന്ന ഹോട്ടലിൽ മുഴുവനായിട്ട് ബുക്ക് ചെയ്താണ് വന്നത്. ഏകദേശം ഒരു 15 ദിവസത്തേക്ക് ഹോട്ടൽ മുഴുവൻ ബുക്ക് ചെയ്തു. ജെറ്റിലാണ് അവർ വരുന്നത്. ആ ഹോട്ടൽ എല്ലാ ആളുകളെയും മാറ്റി ഇവരുടെ ജോലിക്കാർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനത് പറഞ്ഞത് ഇവരുടെ ഒരു രീതികളെ കുറിച്ച് ഞാൻ പറയുന്നതിന് വേണ്ടിയാണ്. ഈ ഒരു ഉന്നതമായ ജീവിതം നയിക്കുന്ന, ആർഭാടമായ ജീവിതം നയിക്കുന്ന ഒരു രാജാവിന്റെ ഒരു ഫാമിലി മെമ്പർ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ ബ്രൂണൈയുടെ ഒരു പ്രത്യേകത, ബ്രൂണൈ ഒരു ഓയിൽ റിച്ച് കൺട്രിയാണ്. നമ്മളിവിടെ മലയാളികൾ വളരെ കുറവാണ് മലയാളികൾ ബ്രൂണൈ എന്ന രാജ്യത്തുള്ളത്. ഓക്കെ, ഏറ്റവും ബ്രൂണൈയിലെ മിക്കവാറും പകുതി ആളുകളും ബ്രൂണൈ വാട്ടർ വില്ലേജ്, ബ്രൂണൈയിൽ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ്. ബ്രൂണൈ ആണ് ഇത്. ഹാജി റോണിയ എന്നൊരു ബിസിനസ്സുകാരനാണ്.
ബ്രൂണയിൽ പുഴയാണ് കൂടുതലുള്ളത്. മഴക്കാലം ഏകദേശം ഒരു 365 ദിവസവും മഴ കാലാവസ്ഥയാണ്. അവരുടെ വീടുകൾ പണിതിരിക്കുന്നത് ഈ പില്ലറിലായിരിക്കും. വുഡൻ പില്ലറിലാണ് എല്ലാ വീടുകളും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് ഈ വുഡൻ പില്ലറുകൾ ഉയർത്തി പുഴയിൽ വാട്ടർ വില്ലേജ് എന്ന പേരിൽ അവർ പകുതി പോപ്പുലേഷനും താമസിക്കുന്നത് ഈ വാട്ടർ വില്ലേജിലാണ്. ഈ വാട്ടർ വില്ലേജിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പോസ്റ്റ് ഓഫീസ്, ഷോപ്പ്, സ്കൂള് തുടങ്ങി എല്ലാ പബ്ലിക് ബ്രൂണയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇവിടെ ഒരു ഓയിൽ റിച്ച് കൺട്രിയാണെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ മുഴുവൻ അധികവും ചൈനീസ് പോപ്പുലേഷനാണ് ഇവിടുത്തെ കച്ചവടങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇന്ത്യക്കാർ വളരെ കുറവാണ്. ചൈനീസ് ഭാഷയാണ് മെയിനായിട്ട്. ചൈനീസ് ഭാഷയും മലയ ഭാഷയുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബ്രൂണൈ എന്നത് ഇന്ന് ഈ രാജ്യത്തെ മലയാളികളും ഇന്ത്യക്കാരുമായുള്ള കുറെ അധികം ആളുകൾ അന്നത്തേക്കാൾ ഉപരി ഇന്ന് ബിസിനസ് സ്ഥാപനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ബ്രൂണൈയിലേക്ക് കുറെ അധികം ആളുകൾ ജോലിക്കാരായി ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട്. നിങ്ങൾക്ക് സന്ദർശിക്കാവുന്ന ഒരു സാധാരണ രാജ്യം എന്നുള്ളത് കവിഞ്ഞിട്ട് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരുപാട് നിർമ്മിതികൾ അവിടെ ഉണ്ട്. പള്ളികളാണെങ്കിലും കൊട്ടാരങ്ങളാണെങ്കിലും അവിടുത്തെ വാഹനങ്ങളാണെങ്കിലും എല്ലാം വളരെ മേലക്കിടയിൽ നിൽക്കുന്ന വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഈ ഹരിറായി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സമയത്ത് മാത്രം അവിടെ ഒരു പ്രത്യേക പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ഒരു ആഘോഷ വേളയാണത്. ആ സമയത്ത് മാത്രമാണ് കൊട്ടാരത്തിൽ സാധാരണ ജനങ്ങൾക്ക് പ്രവേശനം നൽകുന്നത്. ബ്രൂണൈ എന്നും രാജ്യത്തെ ഏറ്റവും അഭിമാനകരമായ, ലോകത്തിന് തന്നെ അഭിമാനകരമായ ഒരു രാജ്യമായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ ഒരു പ്രസക്തി കുറഞ്ഞു വരികയാണ്. ഓയിൽ കുറഞ്ഞതാണോ അല്ലെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ള വ്യാപാര ബന്ധങ്ങൾ കുറഞ്ഞാണോ എന്നറിയില്ല. ഇന്നിപ്പോ പഴയതുപോലെ ബ്രൂണൈ ലോക വ്യാപാര രംഗങ്ങളിൽ കാണാറില്ല. ബ്രൂണൈ കഴിഞ്ഞാല് നമുക്ക് അവിടെ അടുത്തുള്ള രാജ്യമാണ് കംബോഡിയ. നിങ്ങൾ കേട്ടാണ് കംബോഡിയ എന്നത്. കംബോഡിയ വളരെ വിയറ്റ്നാമിനും തായ്ലൻഡിനും ഇടയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഏകദേശം കമ്മ്യൂണിസ്റ്റ് ഗൊറില്ല മൂവ്മെന്റുകൾ കൊണ്ട് പ്രശസ്തമായ, ചരിത്രം അറിയാവുന്നവർക്ക് മിക്കവാറും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കാണും, പ്രശസ്തമായ ഒരു രാജ്യമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ, ഏകദേശം 1.5 മില്യൺ കംബോഡിയൻസ് വർ കിൽഡ് ഓർ ഡൈഡ് ഒരു ഡ്യൂറിംഗ് കിംബർ പീരീഡിൽ. അപ്പൊ ആ സമയത്ത് രാജ്യം തന്നെ ഒഴിഞ്ഞു പോയി എന്നുള്ളതാണ്. മിക്കവാറും സ്ഥലങ്ങളിൽ ഒഴിവായിരുന്നു, ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും അത് ഉയർത്തതിനു ശേഷം ഒരു 1990 ശേഷമാണ് ഒരു പൊളിറ്റിക്കൽ ഓട്ടോണമി എസ്റ്റാബ്ലിഷ് ആയത്. അതിനുശേഷമാണ് രാജ്യത്തുള്ള വിഭവങ്ങൾ പോലും കണ്ടെടുക്കപ്പെട്ടത്. അതായത് യുനെസ്കോയുടെ ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടിയായ ആങ്കോർ വാട്ട്, ഇതൊരു അമ്പലമാണ് ശരിക്കും. കാട്ടില് ഈ ആളുകളെല്ലാം കൊല്ലപ്പെട്ടപ്പോ കാട് വളർന്ന് കാടിന് ഉള്ളിലകപ്പെട്ട് 90കൾക്ക് ശേഷം ഉണ്ടായ ഒരു മാറ്റത്തിന്റെ ഫലമായിട്ടാണ് ഈ അമ്പലം രണ്ടാമത് കണ്ടെടുത്തത്. ഏകദേശം വളരെ വിസ്മയകരമാണ്. ഒരു കിലോമീറ്ററോളം നീളത്തിലാണ് ഈ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഹിന്ദു രാജാവ് ഉണ്ടാക്കിയതാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ കബീർ സാഹിബ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഈ ഫാർ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ നേരത്തെ ഹിന്ദു രാജവംശത്തിന്റെ ഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും പല പാശ്ചാത്യ ഈ ഫാറിസ്റ്റ് കൺട്രികളിലും നമ്മൾ ഹിന്ദുക്കളുടെ ഒരുപാട് മോണുമെന്റ്സും സ്റ്റാച്യൂസ് ഒക്കെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബേസ് നേരത്തെ 13th സെഞ്ചുറി 14th സെഞ്ചുറീസിലൊക്കെ ഹിന്ദു ഭരണാധികാരികളായിരുന്നു ആ രാജ്യങ്ങളെല്ലാം ഭരിച്ചത്. അതിനുശേഷമാണ് പലരായിട്ട് വന്ന് ഇത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ കംബോഡിയയിലും ടൂറിസം തന്നെയാണ് ഒരു മേജർ റവന്യൂ. അവര് സ്ഥലങ്ങൾ കാണാനും, കംബോഡിയ എന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു ടൂറിസം എന്ന് പറയുമ്പോൾ ഏറ്റവും ഒരു ലക്ഷറി ടൂറിസം അല്ല ഒരിക്കലും. ഒരു സാധാരണ നാട് കാണുന്നത് പോലെ ഒരു സാധാരണ നാടിന്റെ പ്രതീതിയിൽ നമ്മുടെ ഈ കേരളത്തിനെ സംബന്ധിച്ച് ഒരു വില്ലേജിൽ ചെന്നാൽ അവിടുത്തെ ചായക്കടയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോലെ ഉള്ളൂ. ഒരു കംബോഡിയയുടെ ഈവൻ സിയാം റീപ്പ് എന്ന് പറയുന്ന തലസ്ഥാനം പോലും അത്ര വലിയൊരു നിർമ്മിതിയോ അല്ലെങ്കിൽ പുതിയൊരു പോഷായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ടൂറിസം അവർ കംബോഡിയ കാണാനും
ഏറ്റവും പ്രധാനമായി അവിടെ കാണുന്നത് ഈ സിയം റീപ്പിലുള്ള ആങ്കോർ വാട്ട് എന്ന അമ്പലം തന്നെയാണ്. വിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണ് അവിടെ ഇപ്പോഴുള്ളത്. അത് 1 കിലോമീറ്റർ നടന്ന് ഏകദേശം 1 ദിവസം എടുത്താലും 1 കിലോമീറ്റർ നടന്ന് കണ്ടിട്ട് തീരില്ല നമ്മൾ. അത്രക്ക് വിപുലമാണ് അതിന്റെ നിർമ്മിതികൾ. ശ്രീലങ്കയെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല, ശ്രീലങ്ക മിക്കവാറും എല്ലാവരും പോയിട്ടുള്ളതായിരിക്കും. ശ്രീബുദ്ധന്റെ ഒരു മിക്കവാറും ഏത് സ്ഥലങ്ങളിലും ശ്രീബുദ്ധന്റെ പ്രതിമയും അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങളും ഉള്ളതാണ് ശ്രീലങ്ക. ശ്രീലങ്കയിലും അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം ഞങ്ങളൊരു എലിഫന്റ് പാർക്കിൽ പോയിരുന്നു. ഏകദേശം ഒരു 600-700ഓളം ആനകൾ അത് വരിയായി പുഴയിൽ കുളിച്ച് കയറി പോകുന്ന ഒരു സീനുണ്ട് അവിടെ. അതാണ് അവിടുത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ടൈം ആ സ്പോട്ടിൽ ആ സമയത്താണ് എല്ലാ ടൂറിസ്റ്റുകളും അവിടെ നിരക്കുന്നത്. ഇത് എലിഫന്റ് ഓർഫനേജ് എന്നാണ് ഇത് പറയുന്നത്. അവിടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനകളും അവിടെ വരും. അവിടെ ട്രെയിൻ ചെയ്തിട്ട് ഇതിന്റെ ഒളിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ധാരാളം ആളുകൾ, ഒത്തിരി ഒരു ചെറിയ ക്രൗഡല്ല, വലിയൊരു ക്രൗഡ് തന്നെ എല്ലാ ദിവസവും ഈ എലിഫന്റ് ഷോ കാണുന്നതിന് വേണ്ടി വരും. ഷോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആനകൾ വരിയായി നടന്ന് 500-600 ആനകൾ ഒരുമിച്ച് വന്ന് കുളിച്ച് കയറി പോകുന്ന ഒരു സീൻ. അത് നമുക്കൊരു വളരെ വിസ്മയകരമാണ്. ഒരു സ്റ്റോണിഷിംഗ് സീൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്തരം ഈ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ടാക്കുന്നത് എപ്പോഴും നമ്മൾ അവിടെയുള്ള വിഭവങ്ങൾ എത്ര എഫക്റ്റീവോ എത്ര ഫലപ്രദമായി മറ്റുള്ളവരെ കാണിക്കാൻ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടൂറിസം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. നമുക്ക് ചെറിയ ഒരു തോട് പോലും ഒരുപക്ഷെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കി മാറ്റാൻ നമുക്ക് കഴിയും. പക്ഷെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പാഠമാണ് നമ്മുടെ രാജ്യം എത്രയോ സുന്ദരമാണെന്ന് നമ്മൾ പറയും. പക്ഷെ ഈ സൗന്ദര്യം നമ്മൾ എത്ര പേർക്ക് ആസ്വദിക്കാനായിട്ട് ഒരുക്കിയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ സത്യത്തിൽ പരാജയപ്പെടുന്നത്. അവിടേക്ക് എത്താനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ ആസ്വദിക്കാനുള്ള മറ്റു മാർഗങ്ങൾ, അവിടെ ഒന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ശ്രീലങ്ക പോലുള്ള ചെറിയ സംസ്ഥാനങ്ങൾ പോലും ചില സ്പോട്ടുകൾ, എല്ലാമല്ല ചില സ്പോട്ടുകൾ അവർ വളരെ ആകർഷകമാക്കി വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് കണ്ടാൽ അത് ഒരു മനസ്സ് നിറഞ്ഞ് പോരാനുള്ള ഒരു സംതൃപ്തിയോട് ഒരു പോരാനുള്ള അവസ്ഥ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ശ്രീലങ്ക എനിക്കറിയാം, ഞങ്ങൾ ശ്രീലങ്കയിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ ഈ ഭണ്ഡാര നായികയുടെ ഒരു ബോംബ് ആക്രമണത്തിന് ശേഷം തൊട്ട് അടുത്ത ആഴ്ച 2 ആഴ്ചക്കുള്ളിലായിരുന്നു. ആ സമയത്ത് റോഡ് മുഴുവൻ പട്ടാളക്കാരാണ്. അതിന്റെ സ്റ്റേജൊക്കെ നമ്മൾ കാറിൽ പോയി കാണുന്നതല്ലാതെ റോഡ് മുഴുവൻ പട്ടാളക്കാരാണ്. ശ്രീലങ്കയിൽ എപ്പോഴും എവിടെ പോയാലും അകത്തെ ഉൾഭാഗത്തേക്ക് പോയാലും എപ്പോഴും LTTയുടെ ഒക്കെ ആക്രമണം ഉള്ളതുകൊണ്ട് വളരെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമുക്ക് എപ്പോഴും എസ്പെഷ്യലി ടൂറിസ്റ്റിന് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ആ ഒരു രീതി നമുക്കൊക്കെ ഒരു അത്ഭുതമാണ്. കാരണം ഒരു ടൂറിസ്റ്റ് വണ്ടിയിൽ പോകുമ്പോൾ അതിന് മുന്നിലും പിന്നിലും പട്ടാളമായിട്ടാണ് ഒരു ടൂറിസ്റ്റ് വണ്ടി പോകുന്നത്. കാരണം ടൂറിസം അപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളന്ന് പോയി താമസിച്ചിരുന്ന ഒരു നല്ലൊരു റിസോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് സുനാമി വന്നപ്പോൾ നശിച്ചു പോയിട്ടാണ് കഴിഞ്ഞത്. അതിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ശ്രീലങ്ക ഇപ്പോഴും റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശ്രീലങ്കയുടെ നിങ്ങൾക്കറിയാം സാമ്പത്തിക സ്ഥിതിയും അതുപോലെ തന്നെ ഒരു എക്കണോമിക്കൽ പൊസിഷൻസും ഒക്കെ അറിയാവുന്നവരാണ് അവിടെ ഇരിക്കുന്നത്. ഏകദേശം ഒരു നല്ല രീതിയിൽ വന്നിട്ടില്ല. പക്ഷെ എന്നാലും ടൂറിസം ശ്രീലങ്കയിൽ വളരെ ആദായകരമായ അല്ലെങ്കിൽ അവരുടെ പ്രധാനമായ ഒരു വരുമാനമാണ് എന്നുള്ളത് സംശയമില്ല. മാൽദീവ്സ്, ഇത് മാൽദീവ്സിലെ ഒരു റിസോർട്ടാണ്. ഞാൻ ഈ റിസോർട്ടിന്റെ ഫോട്ടോസ് മുഴുവൻ എടുത്തിട്ടുണ്ട്. കുഡ ബില്ലിംഗലി എന്ന റിസോർട്ട് ഉണ്ട്. അത് ഓൺ ബൈ ഗൾഫാർ മുഹമ്മദ് അലി. അപ്പൊ ഞങ്ങളൊക്കെ അവിടെ പോയി താമസിച്ചു. മാൽദീവ്സിലെ ഏകദേശം ഒരു ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും വലിയൊരു സംരംഭമാണ് കുഡ ബില്ലിംഗലി റിസോർട്ട്. 400 ഏക്കർ ലഘു കടലിൽ, മാൽദീവ്സിലുള്ള എല്ലാ റിസോർട്ടുകളും ഓരോ ദ്വീപിലായിരിക്കും. 400 ഏക്കറുള്ള ഒരു ലഗൂണില് 40 ഏക്കർ ദ്വീപിലാണ് ഈ ഒരു പ്രത്യേക റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കുഡ ബില്ലിംഗലി 99 വില്ലാസും അപ്പാർട്ട്മെന്റ്സും റൂംസും ഇതിലുണ്ട്. 99. ഇപ്പോൾ അവിടെയുള്ള ഏറ്റവും ചെറിയ താരിഫ് $1200 ആണ്.
ഏറ്റവും ചെറിയ ടാരിഫ്. അപ്പൊ ഞാൻ ഇതിന്റെ ടാരിഫ് പറയാൻ കാരണം അതിന്റെ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. $1,200 US ഏകദേശം 1 ലക്ഷം രൂപ വരും ഒരു ദിവസത്തെ താമസത്തിന്. മാൽഡീവ്സ് അങ്ങനെയാണ്. മാൽഡീവ്സിൽ ചില റിസോർട്ടുകളിൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് റൂം ഉണ്ട്. അതായത് നമ്മളൊരു റൂമിൽ താമസിക്കുമ്പോൾ കടൽ മത്സ്യങ്ങളും ബാക്കി ജീവികളും ഒക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഓടി നടക്കുന്ന രീതിയിൽ അണ്ടർഗ്രൗണ്ട് റൂംസ് ഉണ്ട്. ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം വരെ ദിവസ ചാർജ് വരുന്ന റൂമുകൾ അവിടെ ലഭ്യമാണ്. ഈ മാൽഡീവ്സിന്റെ കുട വെല്ലിങ്ങിൽ കഴിഞ്ഞാൽ അടുത്ത ഇന്ത്യൻ സംരംഭം ടാറ്റയുടെ ഒരു റിസോർട്ടാണ്. ഇത് രണ്ടുമാണ് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും ഹയർ ലെവലിൽ നിൽക്കുന്ന റിസോർട്ടുകൾ. ഇതും ഒരു ചിക്കൻ എനിക്കറിയാം, സർഫിംഗ് എല്ലാവർക്കും കഴിയുണ്ടാവുമല്ലോ, സീ സർഫിംഗ്, വെള്ളത്തിലൂടെ അതിന് മുകളിലൂടെ പോകുന്ന സ്കേറ്റിംഗ് ബോർഡ് പോലുള്ള ആ സീ സർഫിംഗിന്റെ ലോകത്തിലെ തന്നെ 5ാമത്തെ ഒരു സെന്ററാണ് ചിക്കൻസ് എന്നുള്ളത്. ഈ റിസോർട്ടിനോട് തൊട്ട് ആണ് ഈ ചിക്കൻസ് സ്ഥിതി ചെയ്യുന്നത്. മാൽഡീവ്സിൽ നിങ്ങൾ ചെന്നിറങ്ങിയാൽ മത്സ്യം മുഴുവൻ ബോട്ടിലാണ്, ദ്വീപുകളിലാണ് എല്ലാ റിസോർട്ടുകളും. എയർപോർട്ടിന് അടുത്ത് തന്നെ ബോട്ട് ജെട്ടി ഉണ്ട്. എയർപോർട്ടിൽ തന്നെ ബോട്ട് ജെട്ടി ഉണ്ട്. ആ ബോട്ടിൽ കയറിയാണ് നമ്മൾ ഓരോ റിസോർട്ടിലേക്ക് പോകുന്നത്. ഒരു റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ റിസോർട്ടിൽ പോകണമെങ്കിൽ പ്രത്യേക പെർമിഷൻ വേണം. അപ്പൊ റിസോർട്ട് വൈസ് ആണ് മാൽഡീവ്സിലെ വിസ പോലും അവർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ മാലിന്യം പോയിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും എത്ര ഭംഗിയാണ് അവിടുത്തെ വെള്ളം, എത്ര ഭംഗിയാണ് അവിടുത്തെ, എത്ര തെളിഞ്ഞതാണ്. ഞാനിപ്പോ ഇതൊരു സ്റ്റിംഗ് ഒരു തെരണ്ടി നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ താഴെ കൂടെ പോയ ഫോട്ടോ ആണ് ഈ കാണുന്നത്. എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ധാരാളം ഷെല്ലുകൾ, ഇത്രയും ഷെല്ലുകളുള്ള ഒരു ബീച്ച് നമ്മൾ കാണില്ല. ബീച്ചൊക്കെ വളരെ പ്യൂറാണ്, വളരെ പ്യൂറായിട്ടുള്ള ബീച്ച്, ഏറ്റവും തെളിഞ്ഞ വെള്ളം. ഇത് ഞങ്ങൾ പോയവരുടെ കുറച്ച് ഫോട്ടോസ് ആണ്. അറിയാല്ല ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതിൽ അസീസ്, CH റഹീം, ഗൾഫ മുഹമ്മദ് അലി, അമീർ അഹമ്മദ്, അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ അന്ന് പോയിരുന്നത്. അവിടുത്തെ സ്വിമ്മിംഗ് പൂള് ഒരു മാലിദ്വീപിലെ ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂളാണ് ഈ കുടാവിലിംഗിലെ സ്വിമ്മിംഗ് പൂൾ എന്നുള്ളത്. അതിനവർക്ക് ഈ അടുത്ത് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് പ്രത്യേക അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് അതിന്. അപ്പൊ മാൽഡീവ്സിന്റെ ഒരു കാര്യങ്ങള്, മാൽഡീവ്സിൽ അതുപോലെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു 4 ദിവസം 35,000 രൂപയ്ക്ക് താമസിക്കാവുന്ന ഒത്തിരി ധാരാളം റിസോർട്ടുകളുണ്ട്. മാലിയായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇടഞ്ഞപ്പോ അതിന്റെ പൊളിറ്റിക്സ് നമുക്ക് അറിയാവുന്ന വിചാരിക്കുന്നു. ഇടഞ്ഞ സമയത്ത് ഈ മാൽഡീവ്സിലെ കച്ചവടം വല്ലാതെ പോയി. കാരണം ഒരുപാട് ഇന്ത്യൻസ് മാൽഡീവ്സിൽ വരുന്നുണ്ട്. ഇപ്പൊ മാലി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡിയായിട്ട് കൂടിക്കാഴ്ച നടത്തി. മാൽഡീവ്സിന്റെ എക്കണോമി തന്നെ നിലനിർത്തുന്നത് ഒരു പരിധി വരെ ഇന്ത്യ രാജ്യം തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി അവർ എത്ര ഇടഞ്ഞു നിന്നാലും ഇങ്ങോട്ട് വന്നേ പറ്റും. അതിന്റെ ഒരു തെളിവാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു കൂടിക്കാഴ്ച. ഇനി ഞാൻ പറയുന്നത് വിയറ്റ്നാം എന്ന കൺട്രിയെ കുറിച്ചാണ്. നമുക്കറിയാം വിയറ്റ്നാം ഈ അടുത്ത കാലത്തായി വളരെയധികം ശ്രദ്ധ പിടിച്ചു പോയിട്ടുള്ള ഒരു രാജ്യമാണ് വിയറ്റ്നാം. കാരണം വിയറ്റ്നാമിലെ കച്ചവട സാധ്യതകളും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ വളരെ കൂടുതൽ ഉയർന്ന നിലയിലാണ്. എസ്പെഷ്യലി അവരിപ്പോ ഗാർമെന്റ് പ്രൊഡക്ഷൻ രംഗത്താണ് വിയറ്റ്നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഒരു മേജർ ഗാർമെന്റ് സപ്ലയർ ആണ് വിയറ്റ്നാം. വിയറ്റ്നാമിലൊരു ബെൻതാൻ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്ത് സാധനങ്ങളാണെങ്കിലും അവിടെ അവൈലബിൾ ആണ്. ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കോഫിയോ ടെക്സ്റ്റൈലോ സ്വീറ്റ്സോ ഫിഷോ മീറ്റോ എല്ലാ സാധനങ്ങളും ഒരു ഓപ്പൺ മാർക്കറ്റാണ്. പക്ഷേ ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് ഗാർമെന്റ്സ് വാങ്ങാവുന്ന ഒരു സെന്ററാണത്. അപ്പൊ നമ്മള് അവിടുത്തെ ക്യാഷ് വാല്യൂ അവിടുത്തെ 1 ലക്ഷം രൂപ നമ്മുടെ 350 രൂപയാണ് കേട്ടോ. അപ്പൊ ഒരു ഷർട്ടിനൊക്കെ നമ്മൾ വില ചോദിക്കുമ്പോൾ ചിലപ്പോൾ 1.5 ലക്ഷം രൂപയൊക്കെ പറയും. 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 500 രൂപ താഴെ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1 ലക്ഷം അത് ഒരു ചായ ഹോട്ടലില് റെസ്റ്റോറന്റിലെ കാഷ്യർ പിടിച്ചിരിക്കുന്ന കറൻസിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ചിലപ്പോൾ ഒരു ചായയും ഒരു പരിപ്പോഴം കഴിച്ച ചാർജ് ആയിരിക്കും ഇത്. അത്രയാണ് അതിന്റെ വോളിയം.
ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ചായ കിട്ടും, അല്ലെങ്കിൽ ഒരു 50,000 ചായ കിട്ടും. ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു ടാക്സി ഫെയർ കൊടുക്കേണ്ടി വരും ചിലർക്ക് പോകണമെങ്കിൽ. അപ്പൊ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ലക്ഷക്കണക്കിന് നമ്മൾ കൊടുക്കണം. ഒരു ഷർട്ട് വാങ്ങണമെങ്കിൽ ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് ആവും. പക്ഷെ നമ്മുടെ 1000 രൂപ താഴെ വരുള്ളൂ. ഇത്രയും ചീപ്പായിട്ട് നല്ല ക്വാളിറ്റിയിൽ ഒരു ഗാർമെന്റ്സ് കിട്ടുന്ന ഒരു മാർക്കറ്റ് വേറെ ഇല്ല. നമ്മൾ ഏറ്റവും എല്ലാ ബ്രാൻഡും, ലോകത്തിലെ എല്ലാ ബ്രാൻഡുകളും ഉണ്ടാക്കുന്നുണ്ട്. ആ ബ്രാൻഡുകളെല്ലാം നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാം. പക്ഷെ വളരെ വില കുറവാണ്, ഹൈ ക്വാളിറ്റി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. കാരണം അവരാണ് ഈ മെയിൻ ബ്രാൻഡുകൾക്ക്, ഈ വേൾഡ് ബ്രാൻഡിന് അവിടെ നിന്നാണ് കൂടുതൽ സപ്ലൈ വരുന്നത്. അപ്പൊ അതിൽ വരുന്നത് തന്നെയാണ് അവർ ഈ ചെറിയ വിലക്ക് അവിടെ വിൽക്കുന്നത്. അവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഹാലോങ് ബേ എന്ന് പറയുന്നത്. നല്ല വളരെ തെളിമയുള്ള ജലത്തില് ഫിഷർമാൻ വില്ലേജ് ആണ് ശരിക്കും. ഈ ഫിഷർമാൻ താമസിക്കുന്നത് നമുക്ക് കാണാം, അവർ മീൻ പിടിക്കുന്നത് കാണാം. അവരുടെ ഇതൊരു ബൗണ്ടറിയാണ്. ആ കേവ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ രാജ്യമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഞങ്ങളൊരു ദിവസം അവിടെ ഒരു ഷിപ്പിലായിരുന്നു. ഈ ഹാലോങ് ബേ ഷിപ്പിലാണ് അക്കോമഡേഷൻ ഉള്ളത്. നമ്മൾ എല്ലാ ഷിപ്പിൽ താമസിക്കുക, വെളുപ്പിൽ തന്നെ ഈ ഹാലോങ് ബേ ഫിഷിംഗ് വില്ലേജിൽ പോവുക, അവിടുത്തെ കാഴ്ചകൾ കാണാം. വീഡിയോ എടുത്തിട്ടില്ലല്ലേ? ഓക്കെ, ഇത് ഏകദേശം അവിടുത്തെ ഒരു സ്ട്രീറ്റ്, സാധാരണ നമ്മുടെ സൈക്കിൾ റിക്ഷ പോലെ ചാല ചവിട്ടിക്കൊണ്ടുവന്നൊരു വണ്ടിയാണ്. അതിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നതാണ്. വിയറ്റ്നാമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന സംഭവം എന്താണ്? അണ്ടർഗ്രൗണ്ട് കേവ്സ് ആണ്. നേരത്തെ US പട്ടാളത്തിനോട് പൊരുതി നിന്നിരുന്ന വിയറ്റ്നാമീസ് സോൾജേഴ്സിന്റെ അണ്ടർഗ്രൗണ്ട് കേവ്സ് ആണ്. ആ കേവ്സിന്റെ പേരാണ് കുച്ചി കേവ്സ്. ഈ കുച്ചി കേവ്സിൽ ഈ കുച്ചി കേവ്സ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഒരു കേവ് എന്ന് സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതാണ് കേവിലേക്ക് ഇറങ്ങുന്ന ഒരു ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. ആ കേവ് ചില്ലറ വിസ്താരത്തിലല്ല, 200 മൈൽ നീളത്തിലാണ് കേവ്സ് കിടക്കുന്നത്. പല ഡിസൈനിലായിട്ട് 200 മൈൽ. അത് ഈ അമേരിക്കൻ പട്ടാളത്തെ ഒളിച്ചു താമസിച്ച് അവരുടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യുദ്ധങ്ങൾക്കുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് കേവ്സ് ഉണ്ടാക്കി അതിൽ ഒളിച്ചു താമസിച്ച ആയിരക്കണക്കിന് പട്ടാളക്കാരാണ്. അവിടെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പൊ അവിടെ ഒരു കിച്ചൺ ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, ഹോസ്പിറ്റൽ ഉണ്ടാവും, സപ്ലൈ ചെയ്യാനായിട്ട് വരുന്ന സംഭവങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ കേവ് ഒരിക്കലും പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ ഈ കേവ്സ് കാണില്ല. അത് ഞാനൊരു കേവിന്റെ ഇത്ര ഉണ്ടാവുള്ളൂ കേവിലേക്ക്. ഇത് ഇത്തരം കവറങ്ങളല്ല കേവ്സിനുണ്ടാവുക. ഏകദേശം ഒരാൾക്ക് 3 ശരിക്കും ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു കേവ് ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മുഴുവൻ പുല്ല് നിറഞ്ഞതായിരിക്കും. ആളിറങ്ങിക്കഴിഞ്ഞാൽ പുല്ല് നിറഞ്ഞ ആ ഓപ്പണിംഗ് അവിടെ നേരെ എടുത്തു വെക്കും. എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ഒരാൾക്കും കാണില്ല. ഈവൻ കിച്ചണിൽ പുക പോകുന്നത് പോലും ചിതൽപുറ്റ് രൂപത്തിലുള്ള വെന്റിലേറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടാണ്. അവിടെ ആരെങ്കിലും നടന്നു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് ഒരു ചിതൽപുറ്റാണെന്ന് തോന്നുള്ളൂ. ആ ചിതൽപുറ്റ് പോലുള്ള വെന്റിലേറ്ററിൽ കൂടെയാണ് കിച്ചണിലെ എക്സോസ്റ്റ് പോലും വർക്ക് ചെയ്യുന്നത്. അത് 100 മൈൽ നീളത്തിൽ ഈ കേവ് അന്ന് ഉണ്ടായിരുന്നു. ഈ കേവിനടുത്ത് ഒരുപാട് ട്രാപ്സ് ഉണ്ട്. ട്രാപ്പ് എന്ന് വെച്ചാൽ അമേരിക്കൻ പട്ടാളം വരികയാണെങ്കിൽ പുൽത്തകിടിയാണെന്ന് വിചാരിച്ച് ചവിട്ടുമ്പോൾ നേരെ അവരുടെ പുറത്തേക്ക് ദേഹത്തേക്ക് കുത്തി കയറുന്ന കുന്തമനകൾ വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 10-15 തരം ട്രാപ്പുകൾ അവർ ഉണ്ടാക്കിയിട്ടായിരുന്നു. ഈ കേവില് ഈ ഗുഹയില് ഏകദേശം ദിവസങ്ങളോളം താമസിക്കുന്ന പട്ടാളക്കാരുണ്ടാവും. അവരുടെ ചരിത്രം വായിക്കുമ്പോൾ അറിയാൻ പറ്റും. മലേറിയ പോലുള്ള അസുഖങ്ങൾ ബാധിച്ച് 100 കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. കാരണം പെട്ടെന്നൊരു റെമഡിയോ സൊല്യൂഷനോ നമുക്കൊരു അസുഖം വന്നാൽ പോലും കിട്ടില്ല. അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ടാണ് ആ സ്വാതന്ത്ര്യം വാങ്ങിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് കേവ് ഉണ്ടാക്കുന്നതും ഈ 200 മൈൽ കേവ് അതിനുള്ളില് അവർ താമസിക്കുന്നതും അതിൽ തന്നെയാണ് അവർ വെപ്പൺ ഉണ്ടാക്കുന്നത്, അതിൽ തന്നെയാണ് കൊല്ലത്തെ ആല പോലുള്ള സ്ഥലങ്ങളുള്ളത്. ഇതെല്ലാം നമുക്ക് ഇപ്പൊ ചെന്നാൽ അതെല്ലാം വ്യക്തമായിട്ട് തുറന്നവർ കാണിക്കും. വിയറ്റ്നാമിൽ ഞങ്ങൾ പോയപ്പോ ഞങ്ങൾ ഏകദേശം അപ്പൊ ഞങ്ങള് ഈ ട്രാവൽ ഏജൻസി എന്ന് പറയുമ്പോൾ നാച്ചുറലി ടൂറിസം അങ്ങോട്ട് വരുന്നത് കൊണ്ട് എല്ലാവർക്കും വലിയ താല്പര്യമായിരിക്കും ഞങ്ങൾ സ്വീകരിക്കാനും ഒക്കെ. അപ്പൊ JW മാരിയറ്റ് എന്ന് പറഞ്ഞ വിയറ്റ്നാമിലെ ഹാനോയിൽ ഒരു ഹോട്ടലുണ്ട്, വലിയ ഹോട്ടലാണ്. മാരിയറ്റിന്റെ ഏറ്റവും വലിയ ബ്രാൻഡാണ് JW മാരിയറ്റ്. ഈ JW മാരിയറ്റിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവർ ഞങ്ങൾക്ക് ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപും കിം മൂൺ നോർത്ത് കൊറിയൻ പ്രസിഡന്റുമായിട്ട് ആദ്യമായി കൂടിക്കാഴ്ച നടന്ന സ്ഥലം ഈ ഹോട്ടലാണ്. അപ്പൊ അവര് താമസിച്ചിരുന്ന റൂമും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോയി കണ്ടിരുന്നു. അത് ലോകത്ത് അങ്ങനെ ഒരു സംഭവം ഒരു കൂടിക്കാഴ്ച ഇതുവരെ നടന്നിട്ടില്ല. കാരണം ഈ കിം മൂൺ എന്ന് പറയുന്ന ആള് അറിയാലോ, ഒരു മനുഷ്യനായിട്ടും അടുക്കാത്ത ഒരാളാണ്, ഒരു ക്യാരക്ടറാണ്. അദ്ദേഹവും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഏറ്റവും ആദ്യം നടന്ന കൂടിക്കാഴ്ചയാണ് ഹാനോയിലെ ലേമറിയും JW മാരിയറ്റ് ഹോട്ടൽ. അത് ഒരു ചരിത്ര പ്രസിദ്ധമായ ആ റൂം ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വേറെ ആർക്കും ആ റൂം കൊടുക്കാറില്ല. ട്രംപ് താമസിക്കുന്ന റൂമും കിം മൂൺ താമസിച്ച റൂമും വേറെ ഒരാൾക്കും കൊടുക്കാറില്ല. നമ്മള് ഈ വിയറ്റ്നാമിൽ നിന്ന് നമുക്ക് തായ്ലൻഡിലേക്ക് വന്നാൽ, തായ്ലൻഡ് നിങ്ങൾക്കറിയാം ലോകത്തിലെ ടൂറിസം രംഗത്ത് ഏറ്റവും അധികം പേര് കേട്ട പ്രശസ്തിയുള്ള ചീപ്പ് ടൂറിസം, ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ താമസിക്കാവുന്ന ഹോട്ടലുകളുള്ള ഒരു ടൂറിസ്റ്റ് സെന്ററാണ് തായ്ലൻഡ്. തായ്ലൻഡ് ഒരു ഭരണത്തിലുള്ള പ്രദേശമാണ്. ഇതാണ് രാജാവിന്റെ കൊട്ടാരം. അവിടുത്തെ ഇപ്പോഴുള്ള രാജാവിന്റെ കൊട്ടാരം ഇതാണ്. തായ്ലൻഡ് ഈ ആദ്യമൊക്കെ പണ്ട് ഉള്ള ട്രാവൽ ഏജൻസി ഓഫീസുകളിൽ പോകുമ്പോൾ ഇത്രയും തടിച്ചൊരു ബുക്ക് ഉണ്ടാവും, ഒരു 10,000-3000 പേജുള്ള ഒരു ബുക്ക്, ട്രാവൽ ഇൻഫർമേഷൻ മാനുവൽ ആണ് ടീം പറയുക. ഇന്നുള്ള പോലെ നമുക്ക് ഓൺലൈൻ ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. ഒരാള് നമ്മളിപ്പോ സാധാരണ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലാത്തൊരു സ്ഥലത്ത് ഫോർ എക്സാമ്പിൾ എനിക്ക് ജർമ്മനിയിലെ ഒരു പ്രത്യേക സ്ഥലത്ത് പുതിയ സിറ്റിയിലേക്ക് പോകണം എന്ന് വിചാരിച്ചാൽ, ഫ്രാങ്ക്ഫർട്ട് അല്ല വേറെ ഏതെങ്കിലും സിറ്റിയിൽ പോകണം എന്ന് വിചാരിച്ചാൽ, അപ്പൊ അത് നോക്കുന്നത് അത് ഈ ടിമ്മ് നോക്കിയിട്ടാണ്. ആ ടിമ്മിൽ ഒരു ലോകത്തിന്റെ ഏത് രാജ്യമാണെങ്കിലും അതിന് ചെറിയ വിവരണം ഉണ്ടാവും. ആ ടിമ്മിലുണ്ടാവും എങ്ങനെ പോകണം, ബോംബെയിൽ പോകണം, ബോംബെ ഫ്രാങ്ക്ഫർട്ടിൽ പോകണം, ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് വരെ അങ്ങനെ പോകണം, അങ്ങനെ ഓരോ അതിന്റെ റേറ്റ് ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ ഇത് പണ്ടത്തെ ഒരു ചരിത്രമാണ് ട്രാവൽ ഏജൻസിയുടെ. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ അടിച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും. അപ്പൊ ടിമ്മില് ഈ തായ്ലൻഡിനെ കുറിച്ച് പറഞ്ഞിരുന്നത് സെക്സ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ്. തായ്ലൻഡിലെ ഏകദേശം പെരുമാറ്റ രീതികളൊക്കെ നിങ്ങൾക്ക് കുറെ പറ്റുന്നെങ്കിലും പോയി കണ്ടോ അല്ലെങ്കിൽ വായിച്ചോ അറിഞ്ഞിരിക്കും. അവിടെ ഏറ്റവും കൂടുതൽ മസാജ് സെന്റേഴ്സ് ലോകത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ തായ്ലൻഡ് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ അവർ ആ സെക്സ് ക്യാപിറ്റൽ എന്നുള്ള പേര് മാറ്റിയെടുത്തിട്ടുണ്ട്. കാരണം അതവർക്ക് ഇപ്പോൾ മോശമായിട്ട് തോന്നിയിട്ട് ആ പേര് മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ തായ്ലൻഡ് സന്ദർശിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ആ ഒരു പ്രവണതയിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രവണതയാണ് അവിടെ കൂടുതൽ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാവും. കാരണം നമുക്ക് തായ്ലൻഡ്, ബാങ്കോക്കാണ് തായ്ലൻഡിന്റെ തലസ്ഥാനം. ബാങ്കോക്ക് എന്ന് പട്ടയ എന്ന ബീച്ച് എല്ലാവർക്കും വളരെ ഫേമസ് ആണ്. പട്ടയ ബീച്ച്. പട്ടയ ബീച്ചിൽ ഒരു ഓപ്പൺ ഒരു സെക്സ് ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥലമാണ് പട്ടയ ബീച്ച്. പട്ടയ ബീച്ചിൽ നിന്ന് തന്നെ നമ്മൾ പോകുമ്പോൾ വളരെ സുന്ദരമായ കാഴ്ചകളുള്ള സ്ഥലങ്ങളുണ്ട് പട്ടയയിൽ. അതായത് കോറൽ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലേക്ക് പോകുന്നത് ഒരു ഗ്ലാസ് ബോട്ടമുള്ള ബോട്ടിലായിരിക്കും. ആ പോകുന്ന വഴി മുഴുവനും പല വർണ്ണങ്ങളിലുള്ള കോറലുകളും മത്സ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതൊരു ബീച്ച് സെന്റർ ആണ്. ഈ ബീച്ചുകളൊക്കെ വളരെ തെളിഞ്ഞ വെള്ളം, നമ്മുടെ ബീച്ച് പോലെ അല്ല, ഏറ്റവും തെളിഞ്ഞ വെള്ളമായിരിക്കും ഈ ബീച്ചുകളിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ കുളിക്കാനും അല്ലെങ്കിൽ വേറെ എന്ത് വിനോദത്തിനും
ഒരുപാട് വാട്ടർ സ്പോർട്സ് അവിടെ ഉണ്ട്. അതുപോലെ ഈ തായ്ലൻഡൊക്കെ ഒരു ഒരു ടൂറിസ്റ്റ് ലെവലിൽ ഒരു ടൂറിസത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അവിടെ ഈ ലൈവ് സെക്സ് ഷോ മുതൽ സകലതും നടക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളൊരിക്കൽ പട്ടായ ബീച്ചിൽ ഇരിക്കുമ്പോൾ ഒരു വണ്ടിക്കാരൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 5-8 പേരുണ്ട്. ടുക് ടുക് എന്നൊരു വണ്ടിയാണ് അവിടുത്തെ പ്രധാന സാധനം. നമ്മുടെ ഓട്ടോറിക്ഷ നമ്മൾ ഇവിടെ പറയുന്ന പോലെ വളരെ നീണ്ട ഒരു 5-8 പേർക്ക് കയറാവുന്ന രീതിയിൽ ടുക് ടുക് വണ്ടിയാണ്. ഈ വണ്ടിയായിട്ട് വന്നു. അപ്പൊ ഞങ്ങൾ കയറി പുതിയൊരു അട്രാക്ഷൻ കാണാൻ ഉള്ള രീതിയിലാണ് കയറുന്നത്. പക്ഷെ അവർ കൊണ്ടുപോയത് ഒരു ഷോറൂമാണ്. സോറി, ഞാനിത് പറയുന്നത് ഞാൻ കണ്ടൊരു കാര്യമാണ്, ലോകത്തിൽ ഇത് നടക്കുന്നതാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത്. അതിലിങ്ങനെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ സാധനങ്ങൾ നിരത്തി വെക്കുന്നത് പോലെ സ്റ്റെപ്പ് ഉണ്ട്. അതിന് മുമ്പിൽ ഒരു ഗ്ലാസ് ഉണ്ട്, ഫുൾ ഗ്ലാസ്. ഈ സ്റ്റെപ്പിൽ മുതൽ ലേഡീസ് ആണ് ഇരിക്കുന്നത്. ആ ലേഡീസിന്റെ ചെസ്റ്റിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ചെല്ലുന്ന ആൾക്ക്, സന്ദർശകർക്ക് ഏത് പെണ്ണിനെയാണോ ഇഷ്ടമായത് ആ പെണ്ണിന്റെ നമ്പർ പറഞ്ഞാൽ ആ പെണ്ണ് ഇറങ്ങി വരും. ഇത് ഇപ്പോഴും അവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ലോകം മുഴുവൻ കാണുമ്പോഴേ എന്തെല്ലാം വൃത്തികേടുകളും ആഭാസത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് ഞങ്ങൾ എന്നിട്ട് ഞങ്ങളിൽ ആരും തന്നെ അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്നു. അവസാനം വണ്ടിക്കാരനെ ഭാഗമായി പറഞ്ഞ പൈസയല്ല, അത് കൂടുതൽ പൈസയൊക്കെ കൊടുത്തു. പിന്നെ അവസാനം ഞങ്ങൾ സെറ്റിൽ ചെയ്യുകയും ചെയ്തത്. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ മിക്കവാറും ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ആ പഴയ സെക്സ് ക്യാപിറ്റൽ എന്ന പേര് ഇപ്പോഴും ഒരു പരിധി വരെ അവർ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നിലനിന്ന് തന്നെയാണ് പോരുന്നത്. അത്തരം കാര്യങ്ങൾ അവർക്കൊരു ബ്ലാക്ക് മാർക്കാണ് സത്യത്തിൽ. ഒരു നല്ലൊരു ടൂറിസ്റ്റ്, ഒരു ഫാമിലി ടൂറായിട്ട് പോകാൻ വരുന്ന, അതുപോലെ തന്നെ പട്ടയയിൽ തന്നെ പട്ടയ ബീച്ച്, ഇറ്റ്സ് ആൻ ഓപ്പൺ ബീച്ച്. നിങ്ങളൊരു വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. പട്ടയ ബീച്ചിന്റെ ഒരു വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. നിര ബാറുകളാണ്. റെസ്റ്റോറന്റ് ആണ്, പക്ഷെ മുഴുവൻ ബാറുകളാണ്. മദ്യം മാത്രമാണ് അവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത്. ഈ മദ്യക്കുപ്പികളോളം തന്നെ പെൺകുട്ടികളും ഓരോ ബാറിന്റെ മുൻവശത്തുണ്ടാവും. അപ്പൊ ഏകദേശം അതിനൊരു എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. പട്ടയ ബീച്ച്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ, ചില രാഷ്ട്രങ്ങളിൽ, ചില രാജ്യങ്ങളിൽ മാനുഷിക മൂല്യങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ നടത്തുന്നതും കാര്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാത്തതുമായ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവർ പറയുന്നത് ഇത് ആളുകൾ അവർക്ക് റവന്യൂ ആണ്, അവരുടെ വരുമാനം ഈ രീതിയിൽ വരുന്ന ഒത്തിരി ആളുകളാണ് അവരുടെ ഒരു വരുമാനം. അപ്പൊ നമ്മള് അത് ഒരു ടൂറിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു കാര്യം കണ്ടു പോകുന്നു എന്നതിൽ നമുക്കതിന് വേറൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെന്ന് പെട്ടുപോകാതെ ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ഒരു സ്കിനിയിൽ ചെന്ന് പെട്ടുപോകാതെ നോക്കാം, പ്രത്യേകിച്ച് ഇത്തരം രാജ്യങ്ങളിലൊക്കെ. ഈ തായ്ലൻഡിലെ തന്നെ വേറൊരു സ്ഥലമാണ് ഫുക്കറ്റ്. ഫുക്കറ്റ് ഒരു ബീച്ച് സിറ്റിയാണ്. അത് ഇപ്പൊ ഫുക്കറ്റ് നമുക്ക് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ളത് ഡെസ്റ്റിനേഷൻ വെഡിങ്സ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് പുറത്തു പോയി ഒരു കല്യാണം, നമ്മുടെ വീട്ടിലൊരു കല്യാണം വന്നാൽ എല്ലാ ആളുകളെയും കൂടെ ക്ഷണിച്ച് കൊണ്ടുപോയി ഒരു ഔട്ട് സ്റ്റേഷൻ, ഒരു ഫോറിൻ കൺട്രിയിൽ ഉള്ള ഡെസ്റ്റിനേഷൻ വെഡിങ്, അതിലിപ്പോ ടർക്കി, ഫുക്കറ്റ് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഇവിടുന്ന് കേരളത്തിൽ നിന്നുണ്ടാവില്ല, പക്ഷെ ഗുജറാത്തും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരു 100-300 പേരെയൊക്കെ ഒരു ഫാമിലിയെ വിളിച്ചു കൊണ്ടുപോയി 2-3 ദിവസങ്ങൾ അവിടെ താമസിച്ച് അവിടെ വെഡിങ് നടത്തി തിരിച്ചു പോരുന്ന ഫാമിലികളുണ്ട്. അപ്പൊ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ഏറ്റവും വലിയൊരു സെന്ററാണ് ഫുക്കറ്റ്. നല്ലൊരു ബീച്ച് സെന്ററാണ്. ഫുക്കറ്റിന്റെ അടുത്ത് തന്നെയാണ് നേരത്തെ ഈ ജെയിംസ് ബോണ്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു കടൽ കുറ്റുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ബോട്ടിൽ പോയിട്ട് വേണം അത് കാണാനായിട്ട്. നല്ല ഏത് സ്ഥലത്ത് പോയാലും അവിടെ നമുക്ക് ഓരോ പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. പല സിനിമകളിലൂടെയും പല പരിപാടികളിലൂടെയും ഒരുപക്ഷെ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെട്ടിരിക്കും. ഞങ്ങളുടെ ഈ ഫുക്കറ്റിൽ ഒരു ബനിയാൻ ട്രീ ഹോട്ടൽ എന്ന ഇതിലാണ് താമസിച്ചിരുന്നത്. ഈ ബനിയാൻ ട്രീ ഹോട്ടൽ ഒരു 250-300 ഏക്കറിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും നല്ലൊരു ബ്രാൻഡാണ് ഈ ബനിയാൻ ട്രീ എന്നുള്ളത്. അപ്പൊ നമുക്ക് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് ചില സമയത്ത് പോകുമ്പോൾ
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ട്രാവൽ ഏജൻസിക്ക് ആണെങ്കിൽ ഞങ്ങളുടെ അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്കിപ്പോൾ ഒരു വില്ല തന്നെയാണ് അവർ തരുന്നത്. സ്വിമ്മിംഗ് പൂളും ജക്കൂസിയും എല്ലാ സൗകര്യങ്ങളുള്ള വില്ലയാണ് അവർ നമുക്ക് തരുന്നത്. അപ്പൊ അത്തരം കേന്ദ്രങ്ങളിൽ താമസിക്കാനും അതൊക്കെ പരിചയപ്പെടാനും കഴിഞ്ഞതെന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യമാണ് നമുക്ക്. തായ്ലൻഡില് മിക്കവാറും സ്ഥലങ്ങൾ ബുദ്ധമതമാണ് ഏറ്റവും കൂടുതലുള്ളത്. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ബുദ്ധ പ്രതിമകൾ കാണും. ഈ അടുത്ത കാലത്താണ്, അധികം കാലമായിട്ടില്ല, അവര് ഗോൾഡൻ ബുദ്ധ ഒരു സ്റ്റാച്ചു കണ്ടെടുത്തു. ഒരു മലമുകളിലാണ് 5.5 ടൺ ഗോൾഡാണ്, 5.5, അതായത് $3 മില്യൺ വർത്താണ്. ഇത് നേരത്തെയുള്ള കണക്കാണ്. ഗോൾഡിന്റെ പ്രൈസ് ഇപ്പം അറിയുന്നത് അത് കുറെ കൂടും. $300 മില്യൺ, 300 ദശലക്ഷം US വർത്തായിട്ടുള്ള ഒരു പ്രതിമയാണ് അവർ കണ്ടെടുത്തത്. ഇതാണ് ഗോൾഡൻ ബുദ്ധ പ്രതിമ. ഇങ്ങനെ ഒരുപാട് പ്രതിമകൾ ഗോൾഡിലും അല്ലെങ്കിൽ സിൽവറിലും അങ്ങനെയുള്ളതായിട്ട് അവിടെ പലയിടത്തും കാണാൻ കഴിയും. ഈ ബുദ്ധമതങ്ങളിലുള്ളിടത്തെല്ലാം ഈ അവിടെയുള്ള എന്താ പറയുക, ഈ സിനിമയിൽ കണ്ട മൊണാസ്ട്രി ഉണ്ടാവും. ഈ മൊണാസ്ട്രി അല്ലാതെ ദർ ആർ വെരി ഹൈലി റിച്ച് പീപ്പിൾ. അവർക്ക് സ്വത്ത് ധാരാളമുണ്ട്. അവിടെ ഈ ഗോൾഡ് റിസർവും അതെല്ലാം ഇതിലുള്ള ഒരുപാട് റിസർവ്സ് ഈ മൊണാസ്ട്രിയുടെ കീഴിലുണ്ടാവും. ഞാനിപ്പോ തായ്ലൻഡ് കഴിഞ്ഞ സമയമുണ്ടല്ലോ അല്ലെ, തായ്ലൻഡ് കഴിഞ്ഞാൽ പിന്നെ മലേഷ്യയാണ്. മലേഷ്യ മിക്കവാറും നിങ്ങൾക്ക് എല്ലാം പരിചയമുള്ള രാജ്യമായിരിക്കും. മലേഷ്യ നമ്മളുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. നമ്മുടെ ഒരു ചൈനീസ്, ഇന്ത്യൻ ആൻഡ് മലൈ കൾച്ചറാണ് മലേഷ്യയുടെ ഒരു സംസ്കാരമുള്ളത്. കുലാലംപൂരാണ് മലേഷ്യയുടെ ഒരു ക്യാപിറ്റൽ സിറ്റി. ഈ മുസ്ലിങ്ങള് നേരത്തെ അവിടെയും ഒരു ഹിന്ദു റിലീജിയൻ സ്പ്രെഡ് അക്രോസ് അവിടെ ഉണ്ടായിരുന്നു. ചോള എംപറേഴ്സ് ആയിരുന്നു മലേഷ്യയിലെ ആദ്യത്തെ ഹിന്ദു രാജവംശം മലേഷ്യ ഭരിച്ചിരുന്നത്. അതിനുശേഷമാണ് മുസ്ലിങ്ങളിൽ നിന്ന് ഇപ്പോൾ മെജോറിറ്റി മുസ്ലിംസ് ആണ് മലേഷ്യയിലുള്ളത്. അതിനുശേഷമാണ് ഈ ഹിന്ദു രാജവംശത്തിന് ശേഷമാണ് ബുദ്ധിസവും ഇസ്ലാമും അവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് മലേഷ്യയിൽ. ഇപ്പൊ മിക്കവാറും ഇസ്ലാമിന്റെ ഒരു നല്ലൊരു കൾച്ചറൽ പ്രോഗ്രസ് തന്നെ മലേഷ്യയിൽ പലയിടത്തും ഉണ്ട്. എഡ്യൂക്കേഷനായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്. അവിടെ നമ്മൾ പോകുമ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങൾ കാണുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. പലയിടത്തും ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദു പ്രതിമകളും ഹിന്ദു കൾച്ചറും കാണുന്നത് പഴയ അവരുടെ ഓർമ്മയിലും പഴയ ഹിന്ദുക്കൾ ഇപ്പോഴും ഉള്ളത് കൊണ്ടുമാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ ഒരു മുസ്ലിം കൺട്രി ആണെങ്കിലും ബാക്കിയുള്ള പ്രതിമകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കൾച്ചർ എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് സംശയത്തിന്റെ ആവശ്യമില്ല. മലേഷ്യയിൽ നമുക്കറിയാം, ഈ നമ്മുടെ ഇവിടുത്തെ മലേഷ്യ പോയിരുന്നത് മുഴുവൻ ഈ ഗുരുവായൂര്, ഒരുമനയൂര്, ചേറ്റുവ ആ ഭാഗങ്ങളിലുള്ള ആളുകളായിരുന്നു. ഇവരൊക്കെ ഞങ്ങളൊക്കെ പോകുമ്പോൾ മലേഷ്യ പോകുമ്പോൾ നമ്മൾ ഒത്തിരി മലയാളികൾ കാണും. ഈ മലയാളികളുടെ എല്ലാം ജോലി ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ നടത്തുക എന്നുള്ളതാണ്. ഒന്നുകിൽ ഏതെങ്കിലും ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാൻറ്റീൻ നടത്തുക, അല്ലെങ്കിൽ ചെറിയ റെസ്റ്റോറൻറ്റ് നടക്കുക. ഒരു ഇന്ത്യൻ മസ്ജിദ് വരുന്നുണ്ട്, ഇന്ത്യൻ സ്ട്രീറ്റ് ഉണ്ട്. ഇന്ത്യൻ മസ്ജിദിൽ ജുമാക്ക് ഒരു ദിവസം വെള്ളിയാഴ്ച പോയപ്പോൾ ധാരാളം മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം മലയാളികൾ അധികവും ഞാൻ ഈ പറഞ്ഞ ആ ഒരു ചാവക്കാട് ബെൽറ്റ് മലയാളികളാണ്, പഴയ മലയക്കാര്. ഈ മലയ ഭാഷ നമ്മൾ കുറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതായത് വരാണ്ട എന്നുള്ളത് മലയ ഭാഷയാണ്. വേറൊന്നും നമ്മൾ തണ്ടാസ് എന്ന് പറയും, ടോയ്ലറ്റിനെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. പണ്ട് ആളുകൾ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ അവർ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന തണ്ടാസ് തന്നെയാണ് ടോയ്ലറ്റിന് പകരം. അപ്പൊ അത് ആ നമ്മുടെ കേരളത്തിൽ ഒത്തിരി ആ മലയ ഭാഷകളുടെ സ്വാധീനം വന്നത് നേരത്തെ മലേഷ്യയിൽ പോയിട്ടുള്ള ആളുകളിൽ തന്നെ ആയിരിക്കണം. അതിന് കുറെ ആ ഒരു സ്വാധീനവും ടോക്കിംഗ് ലാംഗ്വേജ് ലൈക്ക് പിന്നുള്ള മലേഷ്യ ഈ ഫാർ ഈസ്റ്റ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാലോ, ഈ വെസ്റ്റേൺ കൺട്രീസിൽ പോകുന്ന പോലെയല്ല, ഭക്ഷണത്തിന് ഭയങ്കര രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അത് തായ്ലാൻഡ് ആയാലും മലേഷ്യ ആയാലും ഇപ്പൊ നമ്മൾ എന്താണെങ്കിലും വളരെ യമ്മി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ് ഈ അവിടെ മുഴുവൻ കിട്ടുന്നത്. നൂഡിൽസ് ആണെങ്കിലും ശരിയാണ്. മീഗോറി എന്നുള്ള പറഞ്ഞ ഒരുപാട് സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാവും. ഈ വിഭവങ്ങളൊക്കെ വളരെ ടേസ്റ്റിയാണ്.
വളരെ വളരെ രുചികരമായ വിഭവങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഫാർ ഈസ്റ്റ് മിക്കവാറും. ഈ മലയ, ഈവൻ സിംഗപ്പൂരിലൊക്കെ നമ്മളൊരു റെസ്റ്റോറൻറ്റ്, ഒരു സ്ട്രീറ്റ് ഫുഡ് പോലുള്ള റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ അവിടെ ഏറ്റവും നീറ്റായിട്ട് തന്നെ സാധനങ്ങൾ നമുക്ക് കിട്ടും. കാരണം അവിടുത്തെ റൂള്, ഞങ്ങളെന്ന് പറഞ്ഞത് ആദ്യം പോയപ്പോഴാണ് അറിഞ്ഞത്, മാസത്തിലൊരിക്കൽ ഹെൽത്ത് ഇൻസ്പെക്ഷൻ ഉണ്ടാവും കമ്പൽസറി ആയിട്ട്. ഹെൽത്ത് ഇൻസ്പെക്ഷന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ കടയടക്കും. അടച്ചിട്ട് റിക്കവറി ചെയ്തതിനു ശേഷമേ, നമ്മളിവിടുത്തെ പോലെയല്ല ഇൻസ്പെക്ഷൻ. ഒരു 100 കടകളുള്ള ഒരു സ്ട്രീറ്റാണ്, ഷോപ്പുകളാണെങ്കിൽ അവിടെ 10 കടകളെങ്കിലും അവിടെ അടഞ്ഞെടുക്കുന്നുണ്ടാവും, നോട്ടീസും ഉണ്ടാവും ഹെൽത്ത് അതോറിറ്റിയുടെ, ദിസ് ഷോപ്പ് ഈസ് ബീങ് ക്ലോസ്ഡ് ജസ്റ്റ് ബിക്കോസ് സം അനോമലീസ് വി ഫൗണ്ട് എന്നുള്ളത്. അപ്പൊ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ഷനും വെരിഫിക്കേഷൻ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. മലേഷ്യ അത്രത്തോളം ഉണ്ടാവില്ലെങ്കിലും ചില കൺട്രികളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ മലേഷ്യയിൽ ഒരു ഗാംബ്ലിംഗ് സെന്ററുണ്ട്. നമ്മൾ ആ ഒരു പ്രത്യേക സ്ഥലമാണത്. അവിടെ നമ്മൾ റോള് അല്ലെങ്കിൽ സ്ലോട്ട് മെഷീൻസ്, അറിയാലോ, പല കാര്യങ്ങൾ, ഇപ്പൊ കാർഡ്സ്, അങ്ങനെ ഒരുപാട് ഗാംബ്ലിംഗ് നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ കയറണമെങ്കിൽ അവരൊരു യൂണിഫോം തരും, ഒരു ബാത്തിക് ഡ്രസ്. അവരുടെ ഡ്രസ് ഇട്ട് മാത്രമേ നമ്മളൊരു 100 റിംഗറ്റ് മറ്റു കൊടുത്തിട്ട് ഇത് വാങ്ങണം. അത് വാങ്ങിയിട്ട് ആ ഒരു ഡ്രസ്സിൽ മാത്രം ഇതിനകത്തേക്ക് ആളാക്കിയിട്ടുള്ളൂ. ഓരോരുത്തരും അതും ഒരു വരുമാന മാർഗമാണ് തീർച്ചയായിട്ടും ഓർക്കും. ഇതിൽ കയറി കളിക്കണമെങ്കിൽ ഞങ്ങളുടെ ഡ്രസ്സ് ഇടണം, ആ ഡ്രസ്സ് തിരിച്ചു വരുമ്പോൾ അവിടെ കൊടുത്തിട്ട് നമ്മുടെ ഡ്രസ്സ് ഇട്ട് നമുക്ക് പോരാം. പല രാജ്യങ്ങളിലും പല രീതിയിലാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇന്തോനേഷ്യ, ഏകദേശം ഞാൻ ആ സ്ഥലങ്ങളിൽ തന്നെയാണ് മുഴുവൻ ടച്ച് ചെയ്യുന്നത്. ഇന്തോനേഷ്യ ഒരു ആസ്ട്രോനേഷ്യൻ പോപ്പുലേഷനുള്ള ഒരു കൺട്രി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതും ഈ 7th സെഞ്ചുറിയിൽ വിജയനാവിക രാജവംശം ആണ് ഭരിച്ചിരുന്നത്. 13ാമത്തെ സെഞ്ചുറിയിൽ മഹാപജിത് റൂൾഡ് ഇന്തോനേഷ്യ. അത് കഴിഞ്ഞാണ് ഹിന്ദു കൾച്ചർ വിട്ടിട്ട് പിന്നെ ഒരു മുസ്ലിം ഇതിലേക്ക് അത് മാറുന്നത്. മുസ്ലിം കൾച്ചറിലേക്കും മുസ്ലിം ഇൻവേഷനിലേക്കും അത് മാറി വരുന്നത്. പക്ഷെ ഇപ്പൊ മുസ്ലിം ഡൈനാസ്റ്റിയാണ്, പക്ഷെ മുസ്ലിം മജോറിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, മക്കത്ത് വരുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മുസ്ലിംസ് ഹജ്ജിന് വന്നിരിക്കുന്നത് മിക്കവാറും ഇന്തോനേഷ്യൻ ആയിരിക്കും. ഇന്തോനേഷ്യൻ ലേഡീസിന് അവരും ഇന്തോനേഷ്യക്കാരെ നമുക്ക് തിരിച്ചറിയാം. അവരെല്ലാം പ്രത്യേക ഒരു യൂണിഫോമിൽ, നമ്മളിപ്പോ ഇവിടുന്ന് ഉള്ള കളർ പോലെ തന്നെ അവരെ പ്രത്യേക ഒരു പുള്ളികളുള്ള ചിത്രപ്പണികളുള്ള ഡ്രസ്സിലായിരിക്കും അവർ വരുന്നത്. അപ്പൊ ഈ ഇന്തോനേഷ്യയിലെ മുസ്ലിങ്ങൾ ഇപ്പോ എല്ലാ ഭാഗങ്ങളും ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഇന്തോനേഷ്യ ജക്കാർത്തയിൽ ഒരു കോൺഫറൻസിന് വേണ്ടി പോയിരുന്നു. അവിടെ മുസ്ലിം ഡൊമിനേഷൻ ആണ് ഇപ്പോൾ. പഴയ ആ കൾച്ചറൊക്കെ മാറി മുസ്ലിംസ് അത് ബിസിനസ്സിലും മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ ശരിക്കും ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്തോനേഷ്യ. നമ്മളിവിടെ നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഫർണിച്ചേഴ്സ് ആണ്. ഇന്തോനേഷ്യൻ ബ്രാൻഡ് ഫർണിച്ചറിന്റെ അവരുടെ ഡയറക്റ്റ് ഷോപ്പ് തന്നെ കേരളത്തിലുണ്ട്. ഇന്തോനേഷ്യ നമ്മുടെ ട്രേഡ് സെന്റർ മദ്രാസിലുണ്ട്. ആ ട്രേഡ് സെന്ററിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേംബറിന്റെ തരഫിൽ ഞങ്ങൾക്കൊക്കെ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവര് നമ്മൾ കാണുന്ന പല ബ്രാൻഡുകളും, കോപ്പിക്കോ ഒരു ബ്രാൻഡ് നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടോ? കോപ്പിക്കോ, ഇതെല്ലാം ഇന്തോനേഷ്യൻ പ്രോഡക്റ്റാണ്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ കേരളത്തിൽ പരിചയമുള്ള ഫർണിച്ചർ കൂടാതെ തന്നെ പല ബ്രാൻഡുകളും ഇന്തോനേഷ്യൻ നിർമ്മിതമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ലാർജസ്റ്റ് ഫുഡ് പ്രോസസിംഗ് എപ്പോഴും ഫുഡ് പ്രോസസിംഗ് ഏത് സമയത്തും ഇന്തോനേഷ്യക്കാർ വളരെ മുമ്പിലാണ്. ഓരോ വർഷവും അവരുടെ ഫർണിച്ചർ എക്സിബിഷൻസ് ഉണ്ടാവും. കേരളത്തിൽ ഒരുപാട് പേര് പോയി ഈ ഫർണിച്ചർ എക്സിബിഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫർണിച്ചേഴ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ധാരാളം ഫർണിച്ചർ ബിസിനസ്സുകാർ ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ തന്നെ ഓൺ ഷോറൂംസ് കേരളത്തിലുണ്ട്. ഇന്തോനേഷ്യൻ കമ്പനിയുടെ തന്നെ ഓൺ ഷോറൂംസ് കേരളത്തിൽ നടത്തുന്നുണ്ട്. ഫർണിച്ചർ രംഗത്താണ് അവർ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ പക്ഷേ ഓട്ടോമൊബൈൽ രംഗത്തും അതുപോലെ ചില പല വ്യാവസായിക രംഗത്തും ഇന്തോനേഷ്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഡ്രസ് സ്റ്റൈൽ നമുക്കറിയാം. ഒരു ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ ഡ്രസ്സ് സൂട്ടും ഒന്നുമല്ല, അവരുടെ ഒഫീഷ്യൽ ഡ്രസ്സ് ആ ബാത്തിക് ഡ്രസ്സാണ്.
ഇനി അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ഓക്കെ ഇവിടെ വെച്ച് നിർത്തണോ? ഞാൻ ഒരു രാജ്യം കൂടെ പറയാം. ന്യൂസിലാൻഡ് നമുക്കറിയാം ഏറ്റവും ഒരു പ്രകൃതി രമണീയമായ, വളരെയധികം ആളുകൾ സന്ദർശിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. ഈ ന്യൂസിലാൻഡിൽ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ഓക്ലാൻഡ് ആണെങ്കിലും ക്രൈസ്റ്റ് ചർച്ച് ആണെങ്കിലും ഇവിടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡയറി ഇൻഡസ്ട്രിയാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. മല കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന പോലെയാണ് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയ്ക്ക് മനോഹരമാണ്. അത് ചെയ്യുന്നതാണ് ഈ കാറ്റിലാണ്. കാറ്റിലിന് മേയാൻ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് കംപ്ലീറ്റ് ലെവലായി വരും. 256 ഡയറി പ്രൊഡക്ട്സ് ന്യൂസിലൻഡിൻ്റെതായ മാത്രമാണ്. ലോക്കൽ കമ്മ്യൂണിറ്റി മൗരി, ഇതാണ് ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇതാണ് മൗരി. നടുക്കൊക്കെ ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഓക്കെ, ഇത് അവിടുത്തെ മൗരി വംശജരാണ്. അപ്പൊ ഇവര് ന്യൂസിലാൻഡിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് അവർ തമ്മിൽ സാധിച്ചാൽ ലോകത്തെ ഏറ്റവും ശുദ്ധമായ ജലം എന്ന് പറഞ്ഞ ആൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നു. കാരണം അവിടെ വേറെ പൊല്യൂഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് അവരുടെ. ന്യൂസിലാൻഡിന്റെ വേറെ പ്രത്യേകത, ന്യൂസിലാൻഡിൽ മുഴുവൻ വോൾക്കാനോസ് ആണ്, അഗ്നിപർവ്വതങ്ങളാണ്. അത് അഗ്നിപർവ്വതം പുകയുന്നത് നമുക്ക് ഒരു പരിധി വരെ അടുത്ത് നിന്ന് കാണാൻ പറ്റും. അതിന്റെ ചുറ്റുമുള്ള ബോട്ട് സർവീസും അതുപോലെ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ അഗ്നിപർവ്വതത്തിന്റെ ലാവ ഉപയോഗിച്ചുള്ള മെഡിക്കേറ്റഡ് സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്. അവിടെ കുളിക്കാനായിട്ട് ഒരുപാട് ഫോറിനേഴ്സ്, നല്ല തിരക്കാണ്. ചൂടുവെള്ളമായിരിക്കും. ഈ അഗ്നിപർവ്വതം കണക്ട് ചെയ്തിട്ടുള്ള അതിൽ നിന്ന് വരുന്ന ലാവ ഉപയോഗിച്ച് ലാവ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ വലിയൊരു കേവ് ഉണ്ട്. ഈ കേവിനുള്ളിലൂടെ നമുക്ക് വഞ്ചിയിൽ പോകാം. കംപ്ലീറ്റ് ഒത്തിരി ധാരാളം ശലഭങ്ങളും അതേപോലുള്ള ജീവികളും ഒക്കെ നമുക്ക് അതിൽ കാണാൻ കഴിയും. വേറെ പ്രത്യേകതയാണ് ഈ ചെമ്മരിയാട്. ആടുകളാണ് ന്യൂസിലാൻഡിന്റെ ഒരു ഇത്, ആ പ്രധാന ഒരു പ്രൊഡക്റ്റ് തന്നെ. അപ്പൊ ഈ ആടുകളെ ഷേവ് ചെയ്യുന്ന ഒരു ചെമ്മരിയാടിനെ ഷേവ് ചെയ്ത് മുഴുവനെടുക്കുന്ന അത് ഒരു ഷോ ആയിട്ട് തന്നെ നമുക്ക് കാണിക്കും. ഞാൻ ഫോട്ടോ ഇട്ടുണ്ട്, കണ്ടില്ല? ഷേവ് ചെയ്ത്. അപ്പൊ ന്യൂസിലാൻഡ് എന്നുള്ളത് ഈ അഗ്നിപർവ്വതവും അതുപോലെ തന്നെ പ്രകൃതി രമണീയതയും ബാക്കി ഒരു നാച്ചുറൽ ബ്യൂട്ടിയും പിന്നെ അവരുടെ ജനങ്ങളുടെ ഒരു പ്രത്യേകതയെല്ലാം കൊണ്ട് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ന്യൂസിലാൻഡിൽ പോകാൻ ഒരുവിധം ആളുകളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ന്യൂസിലാൻഡ്. ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ സ്വിറ്റ്സർലൻഡ് പോലെ ന്യൂസിലാൻഡ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും നയനാനന്ദകരമായ ഒരു ടൂറിസം നൽകുന്ന ഒരു സംഭവമാണ്. ചൈന പറയണോ? അങ്ങനെയാണ്. ഞാൻ അവിടെ ഒരു കാര്യം കൂടെ, ആ ഏരിയ നമുക്ക് സൗത്ത് കൊറിയ ഉണ്ട്. ഞാൻ പോയിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് ഞാൻ ഓർക്കണം. നോർത്ത് കൊറിയ പോയിട്ടില്ല. സൗത്ത് കൊറിയ നമ്മുടെ ഈ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എന്താണ്? സാംസങ്. നമ്മുടെ സാംസങ്ങിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അല്ല, ഹ്യുണ്ടായി. ഇത്തരം ഇൻഡസ്ട്രിയൽ ഡൊമിനേറ്റീവ് മാനുഫാക്ചറിങ് കമ്പനികളുള്ള സ്ഥലങ്ങളാണ്. ഇവരൊക്കെ ഇൻഡസ്ട്രി മാത്രമല്ല, അനേകം മറ്റു മേഖലകളിലും ഇവരുണ്ട്. സാംസങ് നടത്തുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന റോളർ കോസ്റ്റർ അത് ഉള്ളത് അവിടെയാണ്. നമ്മളതിൽ കയറി ഞങ്ങളുടെ തന്നെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഗുജറാത്തി ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വയറൊരു പ്രശ്നമാണ്. ഞങ്ങൾ ഒരു കൊടവയറൻ ഗുജറാത്തി ഞങ്ങളുടെ കൊളീഗായിരുന്നു. അദ്ദേഹത്തിന് കയറി ഇരിക്കാൻ പറ്റില്ല. ടൈറ്റാകില്ല, ഒരു ഇരുത്തൂല. അത് ബെൽറ്റ് അല്ല, പകരം സ്റ്റീൽ റോഡ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഫ്ലെക്സിബിലിറ്റി ഒന്നുമില്ല. കാരണം അത്രയ്ക്ക് റിസ്കിലാണ് ഇത് പോകുന്നത്. അവിടെ നേരത്തെ ഞങ്ങൾ ഈ സൗത്ത് കൊറിയയിൽ പോകാനുള്ള ഒരു കാരണം, ഞങ്ങൾ ഈ ട്രാവൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ലോകം മുഴുവൻ പല സമ്മേളനങ്ങൾ നടത്തും. അപ്പൊ പല രാഷ്ട്രങ്ങളും നമ്മൾ വിളിക്കും ഇവിടെ നടത്തണം എന്നുള്ളത്. കാരണം നമ്മളൊരു സമ്മേളനം നടത്തിയാൽ ഒരു 10,000 ആളുകൾ ട്രാവലേഴ്സും ടൂർ ഓപ്പറേറ്റേഴ്സും അവിടെ ചെല്ലുമ്പോൾ ആ രാജ്യത്തിന്റെ ടൂറിസം ഗ്രാഫ് വളരെ ഉയരും. അപ്പൊ അതുകൊണ്ട് പലരും തയ്യാറാണ് നമ്മളെ ഹോസ്റ്റ് ചെയ്യാനായിട്ട്. ദുബായ്, ഇസ്താംബൂൾ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഞാനുള്ള സമയത്ത് തന്നെ അതൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയാണ് പോയിരിക്കുന്നത്. അപ്പൊ ധാരാളം നമ്മൾ വലിയ ഹോട്ടലുകളും കൺവെൻഷൻ സെന്റേഴ്സും ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്യും.
അന്ന് കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ ഹോട്ടൽസിന്റെയും, ഞങ്ങൾ താമസിച്ച ഇന്റർകോണ്ടിനൽ ഹോട്ടലാണ്, അതിന് താഴെ പോലും വലിയ ഷോപ്പിംഗ് സെന്റേഴ്സ് ആണ്. അണ്ടർഗ്രൗണ്ടിൽ ഒരു 2 or 3 നില താഴെയുള്ള ബേസ് വലിയ ഷോപ്പിംഗ് സെന്റേഴ്സ് ആണ് അവരുടെ. നല്ല നല്ല പ്രൊഡക്ട്സും നല്ല ഒരുപാട് എന്റർടൈൻമെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഷോപ്പിംഗ് സെന്റേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് പറഞ്ഞു പോയ കുറെ ഉണ്ട്. ഓക്കെ, ചൈനയെ കുറിച്ച് പറയുമ്പോൾ ചൈനയിൽ ഞാൻ ആദ്യമായിട്ട് പോയത് ഒരു ഇന്ത്യ ടൂറിസം ഡെലിഗേഷന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ 8 ടൂറിസം ലീഡേഴ്സിനെ ചൈനീസ് ഗവൺമെന്റ് തെരഞ്ഞെടുത്തതാണ്. അപ്പൊ ഞങ്ങൾ ഒരാഴ്ച ചൈനയിലുള്ള സന്ദർശനത്തിനാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തത്. ചൈനയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചൈനീസ് എംബസി ഡൽഹിയിൽ വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ചൈനീസ് രീതികൾ, അത് പഠിച്ചിട്ടുണ്ടല്ലോ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പൊ അതിൽ നമ്മളിപ്പോൾ ഈ ചോപ്സ്റ്റിക് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നത് വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുവരും. അപ്പൊ ആ ചൈനീസ് ഒരു സംസ്കാരം നമ്മളിത് പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. ഈ 8 ദിവസം മിക്കവാറും എല്ലാ ഹൈ ഒഫീഷ്യൽസുമായിട്ടുള്ള മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ഈ മീറ്റിങ്ങുകളിലൊക്കെ ഇവർക്കൊരു പ്രത്യേക രീതിയുണ്ട്. ഓരോ ആളുകൾ വരുമ്പോഴും നമ്മളുടെ ഗ്ലാസ്സിൽ അവർ വൈൻ ഒഴിക്കും. ഓരോരുത്തർ വരുമ്പോൾ വൈൻ ഒഴിക്കും. ചില ആളുകൾക്ക് ഈ വൈൻ കുടിച്ച് വല്ലാതെ ഇതാവും. പക്ഷെ ഞങ്ങൾ 2 പേരാണ് അന്ന് ടീറ്റോട്ടലേഴ്സ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവരോട് പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ വൈൻ ഒഴിച്ച ഗ്ലാസ് വെക്കുമ്പോൾ തന്നെ അവർ വന്നിട്ട് ഞങ്ങളുടെ കൊക്കക്കോള ഒഴിച്ചു തരും, അത് മാറ്റിയിട്ട്. കാരണം ഇത് നമ്മൾ കുടിക്കണം, അടുത്ത ആൾ വരുമ്പോൾ ഇത് എം ടി ആവണം, അത് അത്യാവശ്യമാണ്. എങ്കിലേ നമ്മളവരുടെ ആതിഥ്യം സ്വീകരിച്ചു എന്നത് അവർ അംഗീകരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ ഈ രാജ്യങ്ങളിലൊക്കെ ചൈനയിലും പ്രത്യേകിച്ച് അതാണ്, എല്ലായിടത്തും നമ്മൾ ഡിന്നർ ടൈം എന്നുള്ളത് ഒരു 6 മണിയാണ്. 6 മണി അല്ലെങ്കിൽ 6:30. അത് കഴിഞ്ഞ് ഡിന്നർ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി എന്റർടൈൻമെന്റും ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നത്. ചൈനയിൽ നമ്മൾ ഇത് കുൺമിങ് എന്ന് പറഞ്ഞൊരു ചൈനീസ് സ്നോയി ഏരിയ ആണ്, ഒരു ഹിൽ ഏരിയ ആണ്. ഇവിടെ ഞങ്ങൾ പോയപ്പോ ഇവിടെ സാധാരണ ടെമ്പറേച്ചർ പകല് -6 ആണ്, -6 ഡിഗ്രിയാണ്. ഞങ്ങളുടെ ഒരു വണ്ടി ചെന്നിറങ്ങുമ്പോൾ തന്നെ അവിടെ ഞങ്ങളുടെ അടുത്ത് വന്നത് നമ്മൾ ഗ്ലൗസും അതുപോലെ ബാക്കി സ്വെറ്റേഴ്സ് ഒക്കെ അഡീഷണൽ സ്വെറ്റേഴ്സും കൊണ്ട് ആളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്ലൗസ് ഇടാതെ അവിടെ ഇറങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് തണുപ്പാണ് അവിടെ. അവിടെ നമ്മൾ ചെന്നു, ഞങ്ങൾ ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ചൈനയിൽ കുറെ ആളുകളും ഒരു ഹോട്ടലിൽ കുറെ ആളുകൾ പുറത്തുനിന്നുള്ളവരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ഇന്ത്യൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്ത്യനുണ്ട്, ഞങ്ങളുടെ ഷെഫ് പ്രൊഡക്ഷൻ ഒരാളുണ്ട് പറഞ്ഞു. അപ്പൊ അയാൾ വിളിച്ചു പറഞ്ഞാൽ അയാൾ മലയാളിയാണ്, മലയാളി കുക്കാണ്, മലയാളി ഷെഫാണ്. അത് മീൻസ് മലയാളി ഏത് മുക്കിലും മൂലയിലും, നമ്മൾ സാധാരണ പറയാൻ ചന്ദ്രനിൽ പോയാലും നമ്മളെ കാണുന്നത് ഉറപ്പാണ്, മലയാളിയാണ് അവിടുത്തെ ഷെഫ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക്. പിന്നെ അവിടുത്തെ ഇത് ചൈനീസ് റോക്ക് ഗാർഡൻ ആണ്. പാറകൾ വെച്ചിട്ട് ഒരു അതിസുന്ദരമായത്, ഒരു ഫോട്ടോ അല്ല, ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. നാച്ചുറൽ, കംപ്ലീറ്റ് നാച്ചുറലാണ്. ഒരുപാട് റോക്ക് ഗാർഡൻ എന്ന് പറയും. ഇത് നമ്മൾ പോകുന്നത് ഇതിലാണ്. റോക്ക് ഗാർഡൻ അപ്പം മുഴുവനായിട്ട് കാണാം. ഇതൊക്കെ റോക്ക് ഗാർഡന്റെ ഭാഗങ്ങളാണ്. ഞങ്ങളന്ന് ഈ ടൂറിസ്റ്റ് ഡെലിഗേഷൻ ചെല്ലുന്ന സമയത്ത് ഭാഗ്യത്തിന് മലയാളിയായ നിരുപമ റാവു എന്ന അവിടുത്തെ അംബാസിഡർ, അത് ഞങ്ങളെയും അവിടെ ഞങ്ങൾക്കുള്ള സ്വീകരണത്തിന് നിരുപമ റാവു ഉണ്ടായിരുന്നു. അതുപോലെ ഈ മലയാളി ആയതുകൊണ്ട് അവര് അംബാസിഡർ മലയാളി ആയതുകൊണ്ട്, ഡെലിഗേഷനിൽ ഞാൻ മാത്രമേ മലയാളൂ, അംബാസിഡർ മലയാളി ആയതുകൊണ്ട് അവിടെ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡാലിയ യൂണിവേഴ്സിറ്റി. ആ ഡാലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കുട്ടികൾ മുഴുവൻ അവിടെ വന്നിരുന്നു. ഞാൻ കുറച്ച് പേർക്ക് പരിചയപ്പെട്ടു, മൂവാറ്റുപുഴ അവരുടെയൊക്കെയുള്ള കുറച്ച് പെൺകുട്ടികളൊക്കെ ആയിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അവിടെ 95% മലയാളി സ്റ്റുഡൻസ് ആണ് പഠിപ്പിക്കുന്നത്. ഫാക്കൽറ്റി മുഴുവൻ ഹൈദരാബാദിൽ നിന്നാണ്. അപ്പൊ ഒരു ഇന്ത്യൻ സെറ്റപ്പാണ് മുഴുവൻ ആ യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഇതൊക്കെയാണ് ചൈനീസിന്റെ ഒരു വിവരങ്ങൾ.